ISLന്റെ ആവേശം തിരതല്ലിയ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FC മത്സരത്തിൽ ഇരു ടീമുകളും 3 ഗോളുകൾ വീതം അടിച്ച് സമനിലയിൽ കലാശിച്ചിരിക്കുകയാണ്. 3 തവണ പിന്നിൽ നിന്ന ശേഷമാണ് കൊമ്പന്മാർ ഓരോ ഗോളുകളായി മടക്കി ചെന്നൈയിൻ FCക്കെതിരെ സമനില നേടിയത്. ബ്ലാസ്റ്റേഴ്സിനെ പുകഴ്ത്തി പറയുമ്പോഴും യാഥാർത്ഥ്യം മറച്ചുവെക്കാൻ സാധിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ കോട്ടയിൽ വന്ന് ചെന്നൈയിൻ FC കൊമ്പന്മാരെ സമനിലയിൽ കുരുക്കിയെന്ന് വേണം പറയാൻ. കളിയിലെ പ്രകടനത്തിന്റെ കാര്യം വിലയിരുത്തുകയാണെങ്കിൽ മികച്ചത് എന്ന് പറയാവുന്ന ടീം വർക്ക് ഒന്നും തന്നെ ഇല്ല. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തന്റെ ആദ്യ ഗോൾ നേടിയ പെപ്രയും ദിമിത്രിയുടെ ഒരു ഇടംകാലൻ ഗോളും മാത്രമാണ് കളിയിൽ മികച്ചത് എന്ന് പറയാവുന്ന പ്രകടനം. അല്ലെങ്കിൽ കുറച്ച് ഇൻഡിവിജ്വൽ പെർഫോമൻസ് നടന്നതല്ലാതെ ഒരു ടീം വർക്ക് എന്നത് ഇന്നലെ ചെന്നൈയിൻ FCക്കെതിരെ കളിക്കളത്തിൽ കണ്ടില്ല. മറുത്തൊരു അഭിപ്രായമുണ്ടെങ്കിൽ കമന്റിൽ ഒന്ന് പറയുക. അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ നിര, ശക്തരായ പ്രതിരോധ നിര അണിനിരക്കുന്ന ടീമാണ് ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ ചെന്നൈയിൻ FCക്കെതിരെ നമ്മുടെ പ്രതിരോധ താരങ്ങൾ എവിടെയായിരുന്നു? മത്സരത്തിന്റെ മിക്ക സമയത്തും നമ്മുടെ പ്രതിരോധ താരങ്ങളെല്ലാം എതിർ ടീമിന്റെ കോർട്ടിലാണ്. നമ്മുടെ കോർട്ടിലേക്ക് പന്ത് വരുമ്പോഴാണ് എന്തോ ബോധോദയം ഉണ്ടായതുപോലെ ഓടി വരുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലുകളായി. പ്രതിരോധ നിരയിലെ പിഴവുകൾ കളിയിലുടനീളം ഇന്നലെ കണ്ടതാണ്. ബ്ലാസ്റ്റേഴ്സ് മിസ്സാക്കിയതുപോലെ തന്നെ ചെന്നൈയിൻ FCക്കും നിരവധി അവസരങ്ങൾ മിസ്സായി പോയി. അല്ലെങ്കിൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന് ചെന്നൈയിൻ FCയുടെ മുന്നിൽ ദയനീയ തോൽവി അറിയേണ്ടി വന്നേനെ. മത്സരത്തിന് ഇടയ്ക്ക് കമന്ററിയിൽ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ പ്രതിരോധത്തിലെ ശ്രദ്ധക്കുറവ് പറയുന്നുണ്ടായിരുന്നു. അതായത് അവനവന്റെ കോട്ട തുറന്നിട്ടിട്ട് വല്ലവന്റെയും കോട്ട തുറക്കാനായി പോയി പണി വാങ്ങുന്ന ഒരു അവസ്ഥയാണ് ബ്ലാസ്റ്റേഴ്സിന് എന്നത് 100% ശരിയായ കാര്യമാണിത്. ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം ഓപ്പണാക്കിയിട്ട് എതിർ ടീമിന്റെ പ്രതിരോധം തകർത്ത് ഗോളടിക്കാനുള്ള ശ്രമത്തിൽ ഒരു ലോങ് പാസ് ചെന്നൈയിൻ FCയുടെ സൈഡിൽ നിന്ന് വരുമ്പോൾ ചെന്നൈയിൻ താരങ്ങൾ കേരള ഗോൾ മുഖത്തേക്ക് ആർത്തിരുമ്പുകയാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന് വെറും കാഴ്ചക്കാരനായി നിൽക്കാൻ മാത്രമേ സാധിക്കൂ. എന്തോ ഭാഗ്യം കൊണ്ട് 3 ഗോളിൽ നിന്നു. മത്സരം സമനിലയിലായതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ മികവ് പുകഴ്ത്തി പറഞ്ഞ് നടക്കുന്നു. എന്നാൽ തോറ്റിരുന്നുവെങ്കിൽ റഫറിങ്ങിലെ പിഴവ് എതിർ ടീമിലെ താരങ്ങൾ റഫായിരുന്നു. ഇങ്ങനെയുള്ള ന്യായങ്ങളാണ് ബ്ലൈൻഡ് ആരാധകർ പറയുന്നത്. എന്നാൽ നമ്മുടെ സൈഡിൽ ഉണ്ടായ പിഴവുകൾ തുറന്നു കാട്ടാൻ ആരും തയ്യാറാകുന്നില്ല. വെറുതെ ബ്ലൈൻഡ് ആയുള്ള ആരാധന മാത്രം. ഇനി എന്റെ ഒരു അഭിപ്രായത്തിൽ നിലവിൽ ചെന്നൈയിൻ FC ISLന്റെ ഈ സീസണിൽ മുൻനിരയിലേക്ക് വന്നിട്ടില്ലെങ്കിലും അവരെ പോലെ ഒരു ശക്തമായ ടീമിനെതിരെ സ്റ്റാർട്ടിംഗ് 11ൽ തന്നെ പ്രതിരോധത്തിൽ പ്രബീർ ദാസ്, പ്രിതം കോട്ടാൽ, ഡ്രിൻസിക് എന്നിവരെ ഒരുമിച്ചിറക്കാം. കാരണം പ്രതിരോധത്തിന്റെ കുറവിൽ ആദ്യം തന്നെ ഒരു ഗോൾ കൺസീവ് ചെയ്ത് ടീമിനുണ്ടാകുന്ന പ്രഷർ കുറയ്ക്കാൻ സാധിക്കും. രണ്ടാം പകുതിയിൽ പെപ്രയെ പിൻവലിച്ച് ലെസ്കോവിച്ചിനെ കൂടി അണിനിരത്തിയാൽ പ്രതിരോധം ഡബിൾ സ്ട്രോങ്. ദിമിത്രിക്കൊപ്പം ഇന്ത്യൻ മുന്നേറ്റ താരങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ നൽകിയാൽ അവരും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നത് ഉറപ്പാണ്. ഇവാൻ ആശാൻ ഇപ്പോഴും പെപ്രയെ തന്നെ മാക്സിമം ഉപയോഗിക്കുകയാണ്. ഇന്നലെ ഒരു ഗോൾ അടിച്ചത് എന്നതല്ലാതെ പെപ്രയുടെ മികച്ചത് എന്ന് പറയാവുന്ന ഒരു പാസ് സ്വീകരിക്കുന്നതോ കളിക്കളത്തിൽ കണ്ടില്ല. ഇനിയും ഇവാൻ ആശാൻ പയറ്റിപ്പഴകിയ അടവുകൾ വീണ്ടും വീണ്ടും ഇറക്കാതെ താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഏറ്റുമുട്ടിയതിൽ ISLൽ ഈ സീസണിൽ മികച്ച പ്രകടനം ഒന്നും പുറത്തെടുക്കാൻ സാധിക്കാത്ത ടീമുകളുമായിട്ടാണ് വിജയിച്ചത്. കുറച്ചെങ്കിലും ഇടിച്ചു നിൽക്കുന്ന ടീമുകളുമായി മത്സരിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ അടി തെറ്റുകയാണ്. ഉദാഹരണമായി മുംബൈ സിറ്റി, നോർത്ത് ഈസ്റ്റ്, ഇപ്പോൾ ചെന്നൈയിൻ FC. അതായത് ആക്രമിച്ചു കളിക്കുന്ന ടീമുകളുമായുള്ള മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തികച്ചും പരാജയം തന്നെയാകുകയാണ്. ഇനിയും ശക്തമായ മത്സരങ്ങളാണ് വരാനിരിക്കുന്നത്. അവിടെയും ചക്കയിട്ട് മുയിലജാകുമെന്ന ഗെയിം പ്ലാനുമായി ഇവാൻ ആശാൻ മുൻപോട്ട് പോയാൽ ISLന്റെ ഈ വർഷത്തെ കിരീടവും മറ്റു ടീമുകൾ കൊണ്ടുപോകുന്നത് ബ്ലാസ്റ്റേഴ്സിന് നോക്കി നിൽക്കേണ്ടി വരും. എന്തായാലും മികച്ച ടീമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്. അവരെ വേണ്ട വിധം ഉപയോഗിച്ചാൽ ഈ സീസൺ നമുക്ക് തന്നെ. 8 മത്സരങ്ങളിൽ നിന്ന് 17 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് പോയിന്റ് ടേബിളിൽ ഒന്നാമത്. ഇനി അടുത്ത മത്സരം ഡിസംബർ 3 ഗോവയുമായി അവരുടെ തട്ടകത്തിൽ വെച്ചാണ്. കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.